വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CN ബാലകൃഷ്ണൻ നമ്പ്യാർ. മഹാഭാരതത്തിലെ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദിച്ച സമസ്യ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. തൻ്റെ സഹോദരങ്ങൾ 4 പേരും മരിച്ചു കിടക്കുന്ന ഹൃദയഭേദകമായ ദൃശ്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് യുധിഷ്ഠിരൻ യക്ഷൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ത് എന്നായിരുന്നു ആദ്യത്തെ ചോദ്യം. നമുക്ക് ചുറ്റും ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടും തനിക്കും ഏതു നിമിഷവും മരണം സംഭവിക്കാമെന്ന് ആരും ചിന്തിക്കുന്നില്ല എന്നായിരുന്നു യുധിഷ്ഠിരൻ്റെ മറുപടി. ജരാനരകൾ പോലെ, രാപ്പകലുകൾ പോലെ, ഋതുഭേദങ്ങൾ പോലെ പരമമായ അനിവാര്യതയാണ് മരണം. രംഗബോധമില്ലാത്ത ഈ കോമാളി തന്നെയും ആശ്ലേഷിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ആത്യന്തികമായ ആ യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ടല്ലേ മനുഷ്യർ തമ്മിൽ മത്സരിച്ചും പോരടിച്ചും ജീവിതായോധനം നടത്തുന്നത്? സൗഹൃദ സംഭാഷണങ്ങൾക്കിടയിൽ കൂട്ടുകാരോട് പങ്കുവച്ച ഒരു ചിന്ത ഇവിടെ സൂചിപ്പിച്ചു കൊള്ളട്ടെ. ജീവിതം ABCD എന്നീ 4 അക്ഷരങ്ങളിൽ ഒതുങ്ങുന്നു എന്നാണ് പറയാറുള്ളത്. ഇതിലെ A അക്വയർഡ് ജനറ്റിക് എൻഡോമെൻ്റ് ആണ്. മുൻ തലമുറകളിൽ നിന്ന് പാരമ്പര്യമായി നാം ആർജിച്ച ജനിതക സവിശേഷതകൾ. ശാരീരികവും മാനസികവും വൈകാരികവുമായ സ്വത്വഘടകങ്ങളൊക്കെ DNA തന്മാത്രകളിലൂടെ ലഭിച്ചവയാണ്. സ്ത്രീജന്മമാവണമെന്നോ പുരുഷജന്മമാവണമെന്നോ നാം തീരുമാനിച്ചതല്ലല്ലോ. എന്നാൽ നിയന്ത്രണ വിധേയമല്ലാത്ത ഈ പ്രതിഭാസത്തെക്കുറിച്ച് പലരും വിലപിക്കുന്നത് കേൾക്കാം. എൻ്റെ ജന്മം ശപിക്കപ്പെട്ടതാണ് എന്നൊക്കെ. എത്ര നിരർത്ഥകമായ പ്രലപനങ്ങൾ! B എന്നത് ബേർത്ത് ആണ്. ജനനം ഏത് ഭൂഖണ്ഡത്തിലാവണം, ആരുടെ സന്താനമാവണം, എന്ന്, എപ്പോൾ, എങ്ങനെയാവണം ജനനം എന്നൊന്നും നമുക്ക് തീരുമാനിക്കാനാവില്ല. നമ്മുടെ പേര് പോലും നാം തീരുമാനിച്ചതല്ലല്ലോ. A നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുപോലെ Bയും നിയന്ത്രണ വിധേയമല്ല. നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതിനെക്കുറിച്ച് വേവലാതിപ്പെടാതെ കിട്ടിയത് സൗഭാഗ്യമാണെന്ന് ആശ്വസിക്കുന്നതാണ് അഭികാമ്യം. Cയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് Dയെക്കുറിച്ച് ചിന്തിക്കാം. D ഈ ചർച്ചാ വിഷയത്തിലെ അവസാനത്തെ അക്ഷരം ഡെത്ത്. 100% ഉറപ്പുള്ള ജീവിത പരിസമാപ്തി. മരണം എങ്ങനെ വേണമെന്നോ എപ്പോൾ ആവണമെന്നോ എവിടെ വെച്ചാവണമെന്നോ തീരുമാനിക്കാൻ നമുക്കാവില്ല. നാം സാധാരണ മനുഷ്യരല്ലേ. ഇതിഹാസ കഥയിലെ ഭീഷ്മ പിതാമഹനാവാൻ നമുക്കാവില്ലല്ലോ. പറഞ്ഞു വന്നത് ABD എന്ന 3 നമുക്ക് നിയന്ത്രിക്കാനോ നിർണ്ണയിക്കാനോ സാധ്യമല്ല എന്നാണ്. എന്നാൽ C പൂർണ്ണമായും നമ്മുടെ തീരുമാനങ്ങൾക്ക് വിധേയമാണ്. ചോയ്സ് എന്നും ക്യാരക്ടർ എന്നും Cയെ വ്യാഖ്യാനിക്കാം. നമ്മുടെ ജീവിതം എങ്ങനെയാവണമെന്ന് നമുക്ക് തീരുമാനിക്കാം. യു ആർ ദ ആർക്കിടെക്റ്റ് ഓഫ് യുവർ ഓൺ ഡെസ്റ്റിനി എന്ന് ആഡ്ലർ, റോജേഴ്സ് എന്നീ പ്രശസ്ത മനഃശാസ്ത്രജ്ഞന്മാർ ആവർത്തിക്കുന്നു. ഉദ്ധരേത് ആത്മനാത്മാനാം ന ആത്മാവ് അവസാദയേത് എന്ന് ഗീതാവാക്യവും നൽകുന്ന സന്ദേശം ആത്മാവിനെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും ആത്മാവ് തന്നെയാണ് എന്ന തത്വമാണ്. അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കണോ, സഹജീവികളെയും മാതാപിതാക്കളെയും വേദനിപ്പിച്ചും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടും നരകതുല്യമാക്കണോ എന്ന് നമുക്ക് തീരുമാനിക്കാം. തൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളും വിമലവും മറ്റുള്ളവർക്കും തനിക്ക് തന്നെയും ശ്രേയസ്കരവും ആണെന്ന് നിശ്ചയിച്ചാൽ ലഭ്യമാകുന്ന നിർവൃതി ജീവിതത്തിലെ അമൃതധാരയാണെന്ന് ബോധ്യമാവും. അത് സന്തുഷ്ടിദായകമായ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കും. അഥർവവേദത്തിലെ മഹാം യജന്താം മമയാനീഷ്ഠ എന്ന പ്രാർത്ഥന എൻ്റെ കർമ്മങ്ങളെല്ലാം നന്മയുടെ യജ്ഞങ്ങളാവട്ടെ എന്നാണ്. എത്ര ഉദാത്തമായ പ്രാർത്ഥന! വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് CN ബാലകൃഷ്ണൻ നമ്പ്യാർ.